ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഓർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത് സ്വാഹ. വീഡിയോ സ്ക്രീനിൽ ഗണപതി സഹസ്രാകൃതി സഹസ്രാരം സമൃദ്ധിയുടെ സ്ഥലമാണ്. അവിടെയാണ് മഹാലക്ഷ്മി ഉള്ളത്. അവിടെയാണ് നമുക്ക് നല്ല കാഴ്ചപ്പാടുണ്ടാവുക. ഈ ലോകത്തില് സത്യം പറഞ്ഞ ഒരു പ്രശ്നമില്ല. പ്രശ്നമൊക്കെ എവിടെയാ? നമ്മളെ കാഴ്ചപ്പാടില്ല അല്ലേ? ഈ ലോകത്ത് പ്രപഞ്ചത്തില് നല്ലത് ചീത്ത മോശം അവസരങ്ങള് പ്രശ്നങ്ങളൊന്നുമില്ല. കാണുന്ന ആളുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണൊക്കെ അല്ലേ? അപ്പൊ ബോധം സഹസ്രാരത്തിലെത്തിയാൽ അവിടെ ആരുണ്ട്? സുദർശനം. സുദർശനം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ശരിയായ കാഴ്ച, നല്ല രീതിയിൽ കാണാൻ പഠിച്ചാൽ. നമ്മളിപ്പോ കാണുന്നൊക്കെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് കാണുന്നത്? അതേ നമ്മളെ ശ്രദ്ധയിൽ വരുന്നുള്ളൂ. ഈ ഫേസ്ബുക്ക് തുറന്നാലും ഇൻസ്റ്റ തുറന്നാലും ഒക്കെ ഇപ്പൊ എന്താ പ്രശ്നങ്ങളല്ലേ? അതാണ് നമ്മൾ തലയിൽ കൊണ്ടുനടക്കുന്നത്. ഞാൻ ചെറുതാണ്, ചെറിയ ഞാനാണ് ലോകത്തെ പ്രശ്നത്തെ കാണുന്നത്. വലിയ ഞാൻ പ്രശ്നത്തെ അല്ല, സന്തോഷത്തെയും സമൃദ്ധിയും ഒക്കെ കാണും. നമുക്ക് നന്ദി മാത്രമേ ഉണ്ടാവും ഭഗവാനോട്. ഒരാൾ നടന്നു പോണ സമയത്ത് ഞാനിപ്പം ഇങ്ങോട്ട് നടന്നു വരുമ്പം വഴിയിൽ വലിയൊരു മല ഉണ്ട്. എനിക്കത് കയറി ഇറങ്ങാനുള്ള ആരോഗ്യമില്ല. എന്നെ സംബന്ധിച്ച് ആ മല എന്താ ഒരു പ്രശ്നമല്ലേ? നേരെ മറിച്ച് ഈ ട്രക്കിങ്ങിനൊക്കെ പോണ ആൾക്കാരുണ്ട്. അവർക്കൊരു മല കണ്ടാല് ആനന്ദാണല്ലേ, സന്തോഷമാണ്. സത്യത്തിൽ ഈ മല എന്ന് പറയുന്നത് പ്രശ്നമാണോ അല്ല അവസരമാണോ? കയറുന്ന ആളുടെ ആരോഗ്യത്തെ അനുസരിച്ചല്ലേ? കയറുന്ന ആൾക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ അതൊരു എൻജോയ്മെന്റ് ആണ്. ആരോഗ്യമില്ലെങ്കിൽ പ്രശ്നമാണ്. ഇതേപോലെയാണ് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ വലിയ വലിയ മലകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉണ്ടാവും, വലിയ പ്രശ്നങ്ങൾ. നമ്മൾക്കത് മറികടക്കാനുള്ള ആരോഗ്യമില്ലെങ്കിൽ നമുക്കത് പ്രശ്നമാണ്. മറികടക്കാനുള്ള ആരോഗ്യം ഉണ്ടെങ്കിലോ അതൊരു അവസരമാണ് അല്ലേ? അവസരം ഇതൊക്കെയാണ്. ഈ കൊറോണ ഉണ്ടായില്ലേ ഇടക്കാലത്ത്? ഈ കൊറോണ എന്തായിരുന്നു? കൊറോണ വലിയൊരു വലിയൊരു പ്രശ്നം ആയിരുന്നു. ആർക്ക്? നമുക്കൊക്കെ. എന്നാൽ ആ കൊറോണ കാലത്ത് മാസ്ക് ഉണ്ടാക്കിയിട്ട് പൊടിച്ചിട്ടായിട്ട് ആ സമയത്ത് സാനിറ്റൈസർ ഉണ്ടാക്കിയിട്ട് അവരെ സംബന്ധിച്ച പ്രശ്നമായിരുന്നു. ഞാനെപ്പോഴും പറയാൻ, ഞാൻ കൊറോണനെ കാണുന്ന ഒരു ഭഗവതി ആയിട്ടാണ്. എന്റെ പൂജാമുറിയിൽ ഒരു ഫോട്ടോ ഉണ്ട് കൊറോണ ഭഗവതി എഴുതിയിട്ട്. കാരണം എന്റെ ജീവിതത്തിൽ ഇത്രയും ഗുണം ഉണ്ടായത് ആ കൊറോണ കാലത്തല്ലേ. എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ വേറെ ഒരു പണിയിലായിരിക്കുമ്പോഴാണ് നമ്മുടെ ആൾക്കാരെ വാട്സപ്പിൽ മഹാലക്ഷ്മി പൂജ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അങ്ങനെയൊക്കെ ഏതാണ്ട് 1,00,000-ലധികം ആൾക്കാര് മഹാലക്ഷ്മി പൂജ പഠിച്ച് വീട്ടിൽ ചെയ്യുന്നുണ്ട്. അതാര് കാരണം? കൊറോണ ഉള്ളതുകൊണ്ടല്ലേ ഈ 90 വയസ്സുള്ള അമ്മമ്മയൊക്കെ സൂം ഉപയോഗിക്കാനൊക്കെ പഠിച്ച്. അതുവരെ പഠിപ്പിക്കാൻ നോക്കിയാൽ പഠിച്ചില്ലല്ലോ. അപ്പൊ ഒരുപാട് മാറ്റം ലോകത്ത് കൊറോണ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ കാഴ്ചപ്പാടാണ് വിഷയം. അപ്പൊ ഞാൻ എന്ന ചെറിയ ബോധമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ വലുതായാലോ ലോകത്ത് നിങ്ങൾക്ക് എവിടെയും പ്രശ്നം കാണാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും ഈശ്വരനെ കാണാൻ പറ്റും. അപ്പൊ ലോകം മാറിയിട്ട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുകയായിരിക്കുന്നത് വെറുതെയാണ്. നിങ്ങൾക്ക് ലോകത്ത് ഒരു മനുഷ്യനെ മാറ്റാൻ പറ്റില്ല. നിങ്ങൾക്ക് ആകെ മാറ്റാൻ സാധ്യതയുള്ള ഒരേ ഒരാള് സ്വയം മാറാനാണ് അല്ലേ? അപ്പൊ നമ്മളെ കാഴ്ചപ്പാടിലാണ് മാറ്റം വരുത്തുന്നത്, ചിന്തയിലാണ് മാറ്റം വരുത്തുന്നത്. കാഴ്ചപ്പാടിലാണ്. നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ പരാതിയാണത്. നമുക്ക് ഉള്ള എന്തൊക്കെ കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ബ്ലസ്ഡ് ആണോ അനുഗ്രഹീതരാണോ നമ്മൾ ആലോചിക്കില്ല. ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് അത് മാറ്റി ഉള്ളതിനെ കുറിച്ച് നന്ദി പറയാൻ തുടങ്ങണമെന്നാണ് പറയാ. അത് മഹാലക്ഷ്മിയാണ്. അപ്പൊ മഹാലക്ഷ്മിയെ മന്ത്രം ചൊല്ലിയിട്ട് നമുക്ക് നേരെ സുദർശനത്തിലേക്ക് പോകാം. ഇവിടെ താമരയിൽ ആണ് നമ്മൾ ലക്ഷ്മിക്ക് ഹോമം ചെയ്യുക. താമര സഹസ്രാര പത്മത്തിന് 1000 നിറമുള്ള താമരയുടെ രൂപയാണ്. മന്ത്രം ചൊല്ലിക്കൂടെ എല്ലാവരും മഹാലക്ഷ്മിയുടെ മന്ത്രം
ആ മന്ത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് എല്ലാ തരത്തിലുള്ള കടങ്ങളും ഇല്ലാതാവട്ടെ. കടം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക കടം മാത്രമല്ല, നമുക്ക് അച്ഛനോട് അമ്മയോടും കടമുണ്ട്, സൊസൈറ്റിനോട് കടമുണ്ട്. എല്ലാ ഋണങ്ങളും ഇല്ലാതാവട്ടെ. രോഗങ്ങള്, ദാരിദ്ര്യം ഇല്ലാതാവട്ടെ, പാപങ്ങൾ ഇല്ലാതാവട്ടെ, ക്ഷേമമില്ലാതിരിക്കട്ടെ. നമ്മളുടെ കുടുംബത്തിലോ ഈ പ്രദേശത്തോ ഈ യാഗം നടക്കുന്ന പ്രദേശങ്ങളിലോ ഒരിക്കലും അപമൃത്യു സംഭവിക്കാതിരിക്കട്ടെ. വളരെയധികം ആരോഗ്യത്തോടും ഐശ്വര്യത്തോടും കൂടി 100 വർഷക്കാലം ഒരുപാട് ധനത്തോടും ഒരുപാട് ധാന്യങ്ങളോടും ഒരുപാട് പശുക്കളോടും ഒരുപാട് നല്ല കുട്ടികളോടൊത്ത് ജീവിക്കട്ടെ എന്നാണ് സങ്കല്പം. ഒരുപാട് 1-2 കുട്ടികൾ പോരാ, 5-6 കുട്ടികൾ വേണം ഓരോ ആൾക്കാർക്കും. എന്നാലേ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും. അല്ലെങ്കിൽ വലിയ കാലം ഈ പ്രസ്ഥാനം മുന്നോട്ട് പോവില്ല. അപ്പൊ നല്ല കുട്ടികൾ ധാരാളം ഉണ്ടാവണം. അത് തീരുമാനം എടുക്കണം. യുവാക്കളും യുവതികളൊക്കെ തീരുമാനം എടുക്കണം. ധാരാളം കുട്ടികൾ വേണമെന്നുണ്ട്. കുട്ടികൾ കല്യാണം കഴിക്കേണ്ടെന്ന് പറയുന്ന കാലം. അപ്പോൾ ആ സമയത്ത് കുറെ കുട്ടികളുണ്ടാവുന്ന പറഞ്ഞു നോക്കാൻ പോകും. സങ്കല്പം നോക്കാലോ, സങ്കല്പം മാനിഫെസ്റ്റ്. അപ്പൊ വർക്കത്തിലേക്കുള്ള കയറും. ഓം ഋണരോഗാദി ദാരിദ്ര്യ പാപ ക്ഷയ അപമൃത്യുച ഭയ ശോക മനസ്താപ നശ്യന്തു മമ സർവദാ. ശ്രീവർച്ചസ്യം ആയുഷ്യം ആരോഗ്യം മാ വിഭാത് ശോഭമാനം എന്താണ് മഹീയത്തെ ധാന്യം ധനം പശും ബഹുപുത്രലാഭം. ഒരു മിനിറ്റ്, ക്യാമറ മാറ്റാ. ശാത്ത സംവത്സരം ദീർഘമായു. കണ്ണടച്ച് വെക്കുക, നട്ടെല്ലാം നടത്തി വെക്കുക. മഹാലക്ഷ്മിയോട് നമ്മളെ ജീവിതത്തിൽ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. നമ്മളെ ജീവിതം നല്ല കുട്ടികളെ കിട്ടിയതിന്, നല്ല ഭാര്യയെ, നല്ല ഭർത്താവിനെ കിട്ടിയതിന്, നല്ല വീട് കിട്ടിയതിന്, സമ്പത്ത് കിട്ടിയതിന്, ആരോഗ്യം കിട്ടിയതിന്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഓരോന്നിനും നന്ദി പറയാം. നല്ല മാതാപിതാക്കളെ കിട്ടിയതിന്, നല്ല ഗുരുക്കന്മാരെ കിട്ടിയതിന്, എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതിനൊക്കെ എടുത്ത് മഹാലക്ഷ്മിയോട് നന്ദി പറയാം. ഓം മുക്താഭം ദിവസ്ത്രാൻ മൃഗമതലരാം സ്ഫുലികലഹാനാലം കേയൂരേർഭൂഷണാധ്യേർമനുജനകജനേർഭൂഷണേർഭാസമാനാം കർപ്പൂരാമോദവക്ത്രാം അപരിമൃതകൃപാപൂർണനേത്രാരവൃന്ദാം ശ്രീലക്ഷ്മീം പത്മസംസ്ഥാം ജഗപതിപതയാം വിശ്വഭൂത്യൈ നമാമി. ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലേ പ്രസീദ പ്രസീദ. ശ്രീം ഹ്രീം ശ്രീം ശ്രീ മഹാലക്ഷ്മി സ്വാഹ. 8 പ്രാവശ്യം പറയാം. ഓം ശ്രീ മഹാലക്ഷ്മി സ്വാഹ. 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 നമ്മുടെ ജ്ഞാനെന്ന ബോധം സഞ്ചരിച്ച് വികസിച്ച് പ്രപഞ്ചബോധത്തിലേക്ക്, ഈശ്വരനാണ് ഞാൻ എന്നുള്ള ബോധത്തിലേക്ക് എത്തി. ഇവിടെ സുദർശനമാണ് ഇനി ഹോമിക്കാൻ പോണത്. സുദർശനം
എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ കയ്യിലെ ഒരു ആയുധമാണ്. ആ ആയുധം കൊണ്ടാണ് മഹാവിഷ്ണു സതീദേവി ആ കഥ നിങ്ങൾക്ക് അറിയാൻ തോന്നില്ലേ? സതീദേവി ശിവൻ പറയുന്ന കേൾക്കാതെ അച്ഛന്റെ യാഗത്തിന് പോയതും അപമാനിക്കപ്പെട്ടതും സതിയുടെ ശരീരം എടുത്ത് താണ്ഡവമാടി. അപ്പൊ വിഷ്ണു എന്ത് ചെയ്യും? എല്ലാവരും ഒരു ലോകം മുഴുവൻ നശിക്കാൻ വേണ്ടി വിഷ്ണുവിന്റെ അടുത്ത് പോയി വിഷ്ണു സുദർശന ചക്രം കൊണ്ട് ഈ ശരീരത്തെ കഷ്ണിച്ചു. ആ ശരീരം എന്തായിരുന്നിട്ട് 51 കഷ്ണങ്ങളായി എവിടെ വീണു? ഭാരതത്തിൽ. അതാണ് ഭാരതം. അതിന്റെ ഭാരതം. ആ 51 സ്ഥലത്തെ ഗോപീജനവല്ലഭായ പരായ പരം പുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്ര തന്ത്ര യന്ത്ര ഔഷധാസ്ത്ര ശസ്ത്രാണി സംഹര സംഹര മൃത്യോർമോചയ മോചയ. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്ത്രേ ജ്വാലാപരീതായ സർവദിക്ഷോഭണകരായ ഹും ഭട്ട് ബ്രഹ്മണേ പരം ജ്യോതിഷേ സ്വാഹ. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരം പുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്ര തന്ത്ര യന്ത്ര ഔഷധാസ്ത്ര ശസ്ത്രാണി സംഹര സംഹര മൃത്യോർമോചയ മോചയ. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്ത്രേ ജ്വാലാപരീതായ സർവദിക്ഷോഭണകരായ ഹും ഭട്ട് ബ്രഹ്മണേ പരം ജ്യോതിഷേ സ്വാഹ. ഗോപീജനവല്ലഭായ പരായ പരം പുരുഷായ പരമാത്മനെ സംഹര സുദർശനായ നേത്രേ ജ്വാലാപരീതായ സർവദിക്ഷോഭണകരായ ബ്രഹ്മണേ പരം ജ്യോതിഷേ സ്വാഹ. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ല ഔഷധാസ്ത്രശാസ്ത്രാണി സംഹര സംഹര മൃത്യോർമോചയ മോചയ. ഔഷധാസ്ത്ര